അമേരിക്കയുമായി നേരിട്ടുള്ള സംഘർഷത്തിൽ തുടരുന്ന ഇറാനെ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് രൂപീകരിച്ച മക്ക പ്രതിരോധ കരാറിന്റെ ഭാഗമാക്കാൻ ക്ഷണിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ഇറാനെ ക്ഷണിച്ചെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഇറാൻ പാർലമെന്റിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുമായി ബന്ധപ്പെട്ട് മെഹ്ദി റമീനെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ വിഷയം ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പശ്ചിമേഷ്യയുടെ സുരക്ഷാ സമവാക്യത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇറാനെ നേരിടുന്നതിനുള്ള പ്രാദേശിക സുരക്ഷാ സംവിധാനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ഇപ്പോൾ ഇറാനെ തന്നെ ഉൾപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇതിൽ പ്രത്യേകതയായി എടുത്തു പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന ജാഗ്രത ആവശ്യമുണ്ട്. ഇറാനെ ക്ഷണിച്ചതായി സൗദി അറേബ്യയോ, തുർക്കിയോ, പാകിസ്ഥാനോ ഇതുവരെയും ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. ആരാണ് ക്ഷണം നൽകിയതെന്നും കൃത്യമായി എപ്പോഴാണ് നൽകിയതെന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് സ്ഥിരീകരിച്ച തീരുമാനം എന്നതിലുപരിയായി തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട അവകാശവാദമായാണ് കാണേണ്ടതും. റിപ്പോർട്ട് ശരിയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി തന്നെ പശ്ചിമേഷ്യയിലെ പ്രധാന ഭിന്നതകളിൽ ഒന്നായി തന്നെ മാറിയതാണ്. ഇറാന്റെ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും സൗദിയുടെ ഊർജ്ജ സംവിധാനങ്ങൾക്കെതിരായ ഭീഷണികളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇറാനെ അതേ സുരക്ഷാ സംവിധാനത്തിലേക്ക് ക്ഷണിച്ചെന്ന വാർത്ത പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ശത്രുവിനെ നേരിടാൻ രൂപീകരിച്ച കൂട്ടായ്മയെ കൂടുതൽ വിശാലമായ പ്രാദേശിക സുരക്ഷാ വേദിയാക്കിക്കൊണ്ട് മാറ്റാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. മക്ക പ്രതിരോധ കരാറിന് പിന്നിലെ ആ ഒരു പ്രധാന ആശയം അംഗീകരിച്ചുകൊണ്ട് അംഗരാജ്യങ്ങളുടെ സുരക്ഷാ സഹകരണമാണ് എങ്കിൽ ഇറാൻ അതിന്റെ ഭാഗമാകുന്നത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാനും ഇടയുണ്ട്. സൗദിക്ക് ഇറാനിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണി, പാകിസ്ഥാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ, തുർക്കിക്ക് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക വെല്ലുവിളികൾ, ഇവയെല്ലാം തന്നെ ഒരൊറ്റ പ്രാദേശിക സുരക്ഷാ ചട്ടക്കൂടിൽ കൊണ്ടുവരാനുള്ള പുതിയ സാധ്യത അല്ലെങ്കിൽ ആ ഒരു സാധ്യതയാണ് ഇതിലൂടെ തന്നെ തുറന്നു നൽകുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയൊരു മാറ്റത്തിനാണ് ഇത് വഴി തുറക്കുന്നതും. നേരത്തെ ഒരു സഖ്യത്തിലേക്ക് ഈജിപ്ത് ചേർന്നേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പുറമെ തന്നെ സിറിയ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെയും അതുകൂടെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. ഏറെക്കാലമായി ഇറാനെ അംഗീകരിക്കാതിരുന്ന സൗദി ആകട്ടെ അവിടെ 2023 അവരുമായി തന്നെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സത്യമായാൽ മേഖലയിൽ യുഎസിന്റെ ആധിപത്യമാണ് മാറ്റം വരാൻ പോകുന്നത്. മാത്രമല്ല, എന്താണ് ഈ മക്ക കരാർ എന്നത് ഒരു ചോദ്യമാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്നിവർ ചേർന്നുകൊണ്ട് ഓഗസ്റ്റ് 7 മക്കയിൽ വെച്ച് ചരിത്ര പ്രാധാന്യമായ ഈ കരാർ ഒപ്പിട്ടത്. ഇതിലെ പ്രധാന വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് തന്നെ സഖ്യത്തിലെ ഒരു അംഗരാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം മുഴുവനായി തന്നെ എല്ലാ അംഗങ്ങളെയും അവർക്ക് നേരെയുള്ള ആക്രമണമായി തന്നെ കണക്കാക്കും എന്നതാണ്. ഇതിനെ നാറ്റോയുടെ 5ാം വകുപ്പുമായി മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആക്രമണം ഉണ്ടായാൽ അംഗരാജ്യങ്ങൾ സ്വീകരിക്കേണ്ട കൃത്യമായ സൈനിക നടപടികളെ കുറിച്ച് പരസ്യമാക്കിയ കരാർ രേഖകളിൽ വ്യക്തമാകുന്നില്ല എന്നതാണ്. അത് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ഇസ്ലാമിക് നാറ്റോ എന്നതാണ് വിശേഷിപ്പിക്കുന്നതും. കൂട്ടായ പ്രതിരോധ വ്യവസായ രംഗത്തെ സഹകരണം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയാണ് ഈ മക്ക കരാറിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങൾ. സുരക്ഷാ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും സംയുക്ത ഉൽപാദനവും ഇതിലൂടെ തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഒരു അംഗരാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ മറ്റു രാജ്യങ്ങൾ നൽകേണ്ട പിന്തുണയുടെ സ്വഭാവം അത് കൂടിയാലോചനകളുടെ മാത്രമേ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിൽ മാത്രമേ നിശ്ചയിക്കാൻ സാധിക്കൂ. അതേസമയം ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു അംഗരാജ്യത്തിന് നേരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ആക്രമണത്തിനായി തന്നെ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുകയോ ചെയ്താൽ അവർക്ക് സഖ്യത്തിന്റെ സുരക്ഷാ പരിരക്ഷ നഷ്ടമാകുമെന്ന വ്യവസ്ഥ കൂടി ഇതിലുണ്ട്. ഇറാൻ ആകട്ടെ ഈ കരാറിൽ പങ്കാളിയാകുന്നത് പശ്ചിമേഷ്യൻ സുരക്ഷാ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും ഇത് US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ മേഖലയിലെ സ്വാധീനം കുറയ്ക്കുവാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വയം സംവരണാധികാരം ശക്തിപ്പെടുത്തുവാനും സഹായിക്കും. അത് മാത്രമല്ല, പശ്ചിമേഷ്യൻ സുരക്ഷയും പ്രധാന ഊർജ്ജ പാതകളും കൂടുതൽ പ്രാദേശിക നിയന്ത്രണത്തിലാക്കുവാനും ഇതൊരു ബഹുമുഖ സുരക്ഷാ ക്രമീകരണത്തിലേക്ക് മാറുവാനും സഹായകരമാകുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.